മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് അവിടുന്ന് സഹിച്ച പീഡനങ്ങളും ദുരാരോപണങ്ങളും എത്രത്തോളം അവിടുന്ന് അനുഭവിച്ചു എന്ന് ഇതിനകം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ ആരോപണങ്ങൾക്കും പീഡനങ്ങൾക്കുമെല്ലാം നടുവിൽ പതറാതെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയി. എല്ലാറ്റിലും ആശ്വാസം പകരുന്ന നിലക്കുള്ള സ്ഥാന ബഹുമാനങ്ങളായിരുന്നു അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിന് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതു പ്രതിസന്ധിയിലും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തളർന്നില്ല. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചില്ല. വളരെ ദൃഢമായ തീരുമാനത്തോടെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് മുഖേന മുന്നോട്ട് പോയി. സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വേറെയും പ്രത്യേകതകൾ അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഹാനവറുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഉഅതീതു ഖംസാ ലം യുഅതഹുന്ന അഹദുൻ ഖബലി, 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതെന്റെ മുൻഗാമികൾക്ക് ആർക്കും നൽകപ്പെട്ടിട്ടില്ല. എന്റെ മുൻഗാമികളായ പ്രവാചകന്മാർക്കാർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത 5 പ്രത്യേകതകൾ കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒന്നാമതായി എണ്ണിയത് നുസിർതു ബിർറുഅബി മസീറത ശഹ്രിൻ, 1 മാസത്തെ വഴിദൂരം കൊണ്ട് തന്നെയും ഭയം ഏർപ്പെടുത്തിക്കൊണ്ട് റബ്ബ് എന്നെ സഹായിച്ചിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശത്രുവിന്റെ നാട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ശത്രുക്കൾ പേടിക്കാൻ തുടങ്ങും. എത്രത്തോളം ദൂരെ എത്തുമ്പോഴേക്ക് തന്നെ പേടി തുടങ്ങും. അല്ലാഹുവിന്റെ റസൂൽ ആ നാട്ടിലെത്തണമെങ്കിൽ ഇനിയും 1 മാസം പിടിക്കും. 1 മാസത്തെ വഴിദൂരണ്ട്. അത്രപ്പുറത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയാൽ പോലും ശത്രുവിന്റെ മനസ്സിലൊരു വല്ലാത്ത റുഅബ്, ഒരു പേടി, ഒരു വല്ലാത്തൊരു ഭയം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെട്ട, അവിടുത്തേക്ക് മാത്രം നൽകപ്പെട്ട പല പ്രത്യേകതകളിൽ ഒന്നായിരുന്നു അത്. രണ്ടാമത് അവിടുന്ന് പറയുന്നു, വജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറാ ഫഅയ്യമാ റജുലിൻ മിൻ ഉമ്മത്തി അദ്റകതുഹു സ്വലാഹ് ഫൽയുസല്ലി. അതായത് എന്റെ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? എനിക്ക് അനുവദിക്കപ്പെട്ടു തന്നിരിക്കുകയാണ് അൽ അർദ്, ഭൂമി മുഴുവനും പള്ളിയായിട്ട് അനുവദിക്കപ്പെട്ടു തന്നിരിക്കുന്നു. ഭൂമിയിൽ എവിടെ വെച്ച് നിസ്കരിക്കാം, ഭൂമിയിൽ എവിടെ വെച്ചും എനിക്ക് നിസ്കരിക്കാം. മുൻഗാമികൾക്ക് അങ്ങനെയല്ല. അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട മഠം, പള്ളികൾ, ആരാധനാലയങ്ങൾ അവിടെ വെച്ച് മാത്രമേ നിർവഹിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അങ്ങനെയല്ല. ഭൂമിപ്പുറത്ത് എവിടെ വെച്ചും എനിക്ക് നമസ്കാരം, സുജൂദ് നിർവഹിക്കാം. ശുദ്ധീകരണ വസ്തുവാക്കിയും ഭൂമിയെ എനിക്ക് നിശ്ചയിച്ചിരുന്നിരിക്കുകയാണ്. വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണ് കൊണ്ടാ ശുദ്ധീകരിക്കുന്നത്, തയമ്മം ചെയ്യുന്നത്. അതും ഈ സമുദായത്തിന് നൽകപ്പെട്ടിട്ടുള്ള, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഫഅയ്യുമാ റജുലിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമസ്കാരത്തിനുള്ള സമയം എത്തിക്കഴിഞ്ഞാൽ ഫൽയുസല്ലി, പള്ളിയും തെരഞ്ഞു പോയിക്കോളണം എന്ന് നിർബന്ധമില്ല. പള്ളിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ പള്ളിയില്ലല്ലോ, നിസ്കരിച്ചൂടല്ലോ എന്ന് വിചാരിക്കരുത്. എവിടെ വെച്ചും അവൻ ആ കാര്യം നിർവഹിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത് അവിടുന്ന് പറഞ്ഞു, എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കൊന്നും ശത്രുക്കളുമായിട്ടുള്ള സമരങ്ങളിൽ, യുദ്ധങ്ങളിൽ ആ ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന സമരാർജിത സമ്പത്ത്, ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അവർ ഇട്ടേച്ചു പോകുന്ന സമരാർജിത സമ്പത്ത്, അതിനാണ് ഗനീമത്ത് എന്ന് പറയുന്നത്. ആ ഗനീമത്ത് മുൻഗാമികളായ പ്രവാചകന്മാരുടെ സേനാനികൾക്കോ പ്രവാചകന്മാർക്കോ ആ മുതൽ ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് അനുവദിക്കപ്പെട്ടു തന്നിരിക്കുന്നു. അങ്ങനെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഗനീമത്ത് സ്വത്ത് എനിക്കും എന്റെ ഉമ്മത്തിനും അത് അനുഭവിക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. അത് മുമ്പൊരു
പ്രവാചകന്മാർക്കും കിട്ടാത്തതാണ്. നാലാമത് അവിടുന്ന് പറഞ്ഞു എനിക്ക് ശഫാഅത്ത് നൽകപ്പെട്ടിരിക്കുന്നു. നാളെ മഹ്ശറിൽ വളരെയേറെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ശഫാഅത്ത് എന്ന വിഷയം. സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നാളെ മഹ്ശറിൽ ജനകോടികൾ ഒന്നാകെ വിചാരണയൊന്നുമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് മഹ്ശറിൽ എല്ലാവരും നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ടമോടുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അല്ലാഹുവിന്റെ അടുക്കൽ പോയി പടച്ച റബ്ബിന്റെ പ്രത്യേകമായ അനുമതി പ്രകാരം സുജൂദിൽ കിടന്ന് ആ സുജൂദിൽ അല്ലാഹു നിശ്ചയിച്ച കാലഘട്ടം എത്രയാണെങ്കിൽ സുജൂദിൽ ദിക്ർ ദുആ തസ്ബീഹുകളോടെ കഴിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടാകുമ്പോൾ ശിരസ് ഉയർത്തിയിട്ട് ചോദിച്ചോളൂ പ്രവാചകരെ മുഹമ്മദേ റെക്കമെൻഡ് ചോദിച്ചോളൂ, ശുപാർശ പറഞ്ഞോളൂ, നിങ്ങളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് പറയുന്ന ആദ്യമായി പരലോക ശുപാർശക്ക് അനുവാദം നൽകപ്പെട്ടിട്ടുള്ള വ്യക്തിത്വം അത് വേറൊരു പ്രവാചകനുമില്ല. മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ശേഷമാണ് ശഫാഅത്ത് ചെയ്യുക. മലക്കുകൾ അതുപോലെ തന്നെയുള്ള ആളുകളൊക്കെ ശേഷമാണ് ശുപാർശ പറയുക. ആദ്യമായി അശ്ശഫാഅത്തുൽ ഉളമാ, അല്ലാഹുവേ ഇവരെ ഒന്ന് വിചാരണക്കെടുത്താലും എന്ന ആദ്യത്തെ ഏറ്റവും ആ പ്രാധാന്യമർഹിക്കുന്ന ശഫാഅത്തുൽ ഉളമാ എന്നറിയപ്പെടുന്ന ആ ശഫാഅത്ത് അത് എനിക്കാണ് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അഞ്ചാമത് അവിടുന്ന് പറഞ്ഞത് കാന നബിയു യുബഅസു ഇലാ ഖൗമിഹി ഖാസ്സ വബുഇസ്തു ഇലൻ നാസി ആമ്മതൻ റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. എല്ലാ പ്രവാചകന്മാരും നിയോഗിക്കപ്പെടാറുള്ളത് അതാത് ജനതയിലേക്ക് മാത്രമാണ്. അവർ ഏതൊരു സമൂഹത്തിലാണ് വന്നതെങ്കിൽ ആ സമൂഹത്തിലേക്ക് മാത്രമുള്ള നബിമാരായിട്ടാണ് എല്ലാ പ്രവാചകന്മാരും വരാറുള്ളത്. നമുക്കറിയാം നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് മാത്രമാണ് വന്നത്. ഹൂദ് അലൈഹിസ്സലാം ആദ് ഗോത്രത്തിലേക്ക് മാത്രമാണ് വന്നത്. സ്വാലിഹ് അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തിലേക്ക് മാത്രമാണ് വന്നത്. അതുപോലെ തന്നെ ശുഐബ് അലൈഹിസ്സലാം മദിയൻ ഗോത്രത്തിലേക്ക് മാത്രമാണ് വന്നത്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും മൂസ അലൈഹിസ്സലാം ഇസ്രായേൽ മക്കളിലേക്ക് മാത്രമാണ് നിയുക്തനായത്. ഈസ നബി അലൈഹിസ്സലാം ഇസ്രായേൽ മക്കളിലേക്ക് മാത്രമാണ് നിയുക്തനായത്. അങ്ങനെ പ്രവാചകന്മാരൊക്കെയും അതാത് ജനവിഭാഗങ്ങളിലേക്ക് മാത്രമാണ് നിയുക്തരാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഞാനോ ഞാൻ എല്ലാ ആളുകളിലേക്കുമുള്ള പ്രവാചകനാണ്. എല്ലാവരിലേക്കും, അറബികളിലേക്ക് മാത്രമെന്നില്ല, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ആളുകളിലേക്ക് എന്നില്ല, എല്ലാവരിലേക്കും മൊത്തത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളയാളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രത്യേകതയായി കൊണ്ട് വേറെയും പറഞ്ഞു. എന്താണ്? ഞാൻ അവിടുന്ന് ജിന്ന് വർഗത്തിലേക്ക് കൂടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള നബിയായിരുന്നു. നമുക്കറിയാം മനുഷ്യരെ പോലെ തന്നെ അതേ അല്ലാഹുവിന്റെ പ്രത്യേകമായ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കേണ്ടുന്ന പ്രത്യേകമായ തരം സൃഷ്ടികളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ജിന്നുകൾ എന്ന് പറയുന്ന വിഭാഗം അഗ്നിനാളങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് ജിന്നുകൾ. ആ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെയും പ്രവാചകനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടും അറിയാതെയുമൊക്കെ അവര് ഖുർആൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടിയിട്ട് നഖ്ലത്ത് പ്രദേശത്ത് നിന്നുകൊണ്ട് സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ജിന്നുകൾ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടി. അങ്ങനെ അവര് ഖുർആൻ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടിട്ടല്ല പറഞ്ഞത്, ആ ജിന്നുകൾ ഖുർആൻ കേട്ടു എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു വഹീ മുഖേന അറിയിച്ചു കൊടുത്തു. സൂറത്തുൽ ജിന്നിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. നബിയേ പറയൂ, ഊഹിയ ഇലയ്യ, എന്നിലേക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് വഹീ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. എന്ത്? അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു എന്ന്. താങ്കളുടെ ഖുർആൻ പാരായണം അവർ ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു. അവർ കേട്ടിട്ട് അവരെന്തു ചെയ്തു? ഫഖാലു, അവര് പോയി, അവര് ചെന്നിട്ട് അവരുടെ ആളുകളോട് പറഞ്ഞു, ജിന്ന് സമൂഹത്തോട് അവർ പോയിട്ട് പറഞ്ഞു, ഇന്നാ സമിഅനാ, നിശ്ചയം ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഖുർആനൻ അജബാ, ഖുർആനൻ അജബാ, അത്ഭുതകരമായ ഒരു പാരായണം ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. യഹ്ദീ ഇലർ റുശ്ദി, അത് സന്മാർഗത്തിലേക്കാണ് വഴി കാണിക്കുന്നത്. അതുകൊണ്ട് ഫആമന്നാ ബിഹി,
ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ആ ഖുർആൻ കേട്ട ജിന്നുകൾ വിശ്വാസികളായി കൊണ്ട് മടങ്ങിപ്പോയി അവരുടെ സമൂഹത്തിൽ പോയി ഇസ്ലാമിക ദഅവത്ത് നടത്തുകയാണ്. എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ കേട്ട ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്നവർ ഉച്ചൈസ്തരം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്ഖാഫിന്റെ അവസാന ഭാഗത്തും മറ്റൊരു സംഭവമാണോ അതോ ഇതിനെക്കുറിച്ച് തന്നെയാണോ എന്നതിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതു ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. വഇദ് സറഫ്നാ ഇലൈക, അല്ലാഹ് പറയാണ്, ഞാൻ താങ്കളുടെ അടുത്തേക്ക് തിരിച്ചുവിട്ട സന്ദർഭം. അല്ലാഹ് തിരിച്ചുവിട്ടു, താങ്കളിലേക്ക് തിരിച്ചുവിട്ടു. നഫറൻ മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള ഒരു നഫർ, ഒരു സംഘം. എത്രയാണ് ഇതിന്റെ എണ്ണം എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു സംഘം ജിന്നുകൾ താങ്കളുടെ അടുത്തേക്ക് നാം തിരിച്ചുവിട്ടു. എന്നിട്ട് യസ്തമിഊനൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്ന ഖുർആൻ അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നു. ജിന്നുകൾക്ക് മനുഷ്യരുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു. നമുക്ക് അങ്ങോട്ട് അവരെ കാണാത്ത നിലക്ക് അവർക്ക് ഇങ്ങോട്ട് കാണാൻ കഴിയുന്നു. അവരുടെ കേൾവിക്കതാ പരിധിയുണ്ട്. എവിടെ നിന്ന് അവരോട് സംസാരിച്ചാലും അവര് കേൾക്കുമോ? ഇല്ല. പരിശുദ്ധ ഖുർആൻ അവർ നബിയിൽ നിന്ന് കേട്ടു, അവരുടെ മറ്റാളുകൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ സമീപത്തേക്ക് പോയിട്ട് അവര് പറയുന്നത്, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. അവിടുത്തെ ജിന്നത് കേട്ടില്ല, ഇവിടെ വന്ന ജിന്നേ കേട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കേട്ടവര് അവിടെ പോയിട്ട് പറഞ്ഞു കൊടുത്തു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ വന്ന് അവരത് കേട്ടു. കേട്ടു എന്ന് മാത്രമല്ല, ഫലമ്മാ ഹദറൂഹു, അവരത് കേൾക്കുന്ന നേരത്ത് അവിടെ ഹാജരായപ്പോൾ ഖാലു, അവര് പരസ്പരം പറഞ്ഞു, അൻസിതു, മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും. ജിന്നുകളോടൊക്കെ പറഞ്ഞു മിണ്ടാതിരിക്കാൻ. എന്താ കാരണം? കലവില കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാവൂല. അതാ ജിന്നിന്റെ കഴിവ്, അത്രയേ ഉള്ളൂ. കലവില കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാവൂല, അവയെല്ലാം കേൾക്കാൻ കഴിയില്ല. കലവിലുള്ളോടത്തും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അതൊക്കെ പടച്ച റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹ് ആര് എത്ര വേളുണ്ടാക്കിയാലും ഓരോരുത്തന്റെ സൗണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാനും ഓരോരുത്തന്റെ ആവശ്യങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കാനും അള്ളാഹുവിന് കഴിയും. ലോകത്തൊരു സൃഷ്ടിക്കും അതിന് കഴിയില്ല. അങ്ങനെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലുമാണ്, യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അവര് ഹാജരായി. അങ്ങനെ ഹാജരായിട്ട് ഖാലു, അവർ പറഞ്ഞു, അൻസിതു, മിണ്ടാതിരിക്കൂ. ഫലമ്മാ ഖുദിയ, അങ്ങനെ അതൊക്കെ കേട്ട് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവരവരുടെ ജനതയുടെ അടുത്തേക്ക് താക്കീതുകാരായി കൊണ്ടുപോയി. താക്കീതുകാരായിട്ട് അവരുടെ ജനതയിലേക്ക് അവർ പോയി ജിന്നുകൾ. എന്നിട്ട് അവര് ഖാലു, അവര് പറഞ്ഞു, യാ ഖൗമനാ, ഞങ്ങളുടെ സമൂഹമേ, ജിന്ന് സമൂഹമേ, ഇന്നാ സമിഅനാ, നിശ്ചയം ഞങ്ങൾ കേട്ടിരിക്കുന്നു, കിതാബൻ, ഒരു ഗ്രന്ഥം, ഉൻസില മിൻ ബഅദി മൂസാ, മൂസാക്ക് ശേഷം ഇറക്കപ്പെട്ട കിതാബാണത്, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിന്റെ മുമ്പുള്ള ഗ്രന്ഥങ്ങളെയൊക്കെ ഈ ഗ്രന്ഥം സത്യപ്പെടുത്തുന്നുണ്ട്, യഹ്ദീ ഇലൽ ഹഖി, അത് സത്യത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ്, വ ഇലാ ത്വരീഖിൻ മുസ്തഖീം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ആ ഗ്രന്ഥം വഴി കാണിക്കുന്നു. ജിന്നുകൾ പോയിട്ട് അവരുടെ സമൂഹത്തിൽ പോയിട്ട് ഈ ഖുർആൻ കേട്ടിട്ട് അവര് പ്രബോധനം നടത്താണ്. ഇതിൽ നിന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞു കാണാം, ഈ വന്ന ജിന്നുകൾ അവര് തൗറാത്തിനെ സംബന്ധിച്ചു കൂടി അറിവുള്ള ആളുകളായിരുന്നു, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അഅലം. തുടർന്നു കൊണ്ട് പറയാണ്, യാ ഖൗമനാ, അവര് വീണ്ടും അവരുടെ സമൂഹത്തോട് പറയുന്നു, യാ ഖൗമനാ, ഞങ്ങളുടെ സമൂഹമേ, ഓ ജിന്നുകളെ, അജീബു ദാഇയല്ലാഹ്, അല്ലാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം. അല്ലാഹ് വിളിക്കുന്ന വിളിക്ക് നിങ്ങളൊക്കെ ഉത്തരം ചെയ്യണം. ആമിനൂ ബിഹി, അവനിൽ നിങ്ങൾ വിശ്വസിക്കണേ. എങ്കിൽ യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. വയുജിർക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ്. എന്നാലോ ഈ കേട്ട സത്യങ്ങളൊന്നും അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, അതേ താക്കീതുകാര് ജിന്നുകളോടും താക്കീത് നടത്തുന്നു. അള്ളാന്റെ വിളിയാളം, ആ വിളിക്കുന്ന വിളിക്ക് ഉത്തരം നൽകാത്തവൻ, അള്ളാനെ ഈ ഭൂമിയിൽ തോൽപ്പിക്കാമെന്നൊന്നും അവനൊന്നും വിചാരിക്കണ്ട.
പടച്ച റബ്ബിനെ കൂടാതെ ഒരു സംരക്ഷകരും അവനുണ്ടായിരിക്കില്ല. ഉലൈക ഫീ ളലാലിൻ മുബീൻ. അങ്ങനത്തെ ആളുകൾ, അങ്ങനത്തെ വിഭാഗം വളരെ വ്യക്തമായ വഴികേടിലായിരിക്കും. അപ്പൊ ജിന്നു വിഭാഗത്തിനു കൂടി നിയോഗിക്കപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുർആൻ എടുക്കുമ്പോ വിശദീകരിക്കുമ്പോ അതൊക്കെ പ്രവാചകൻ അറിഞ്ഞും അറിയാതെയും ഒക്കെ അവര് കേട്ടിട്ടുണ്ട്. കേട്ട് അവരുടെ സമൂഹത്തോട് പോയി പഠിപ്പിച്ചിട്ടുണ്ട്. അവരിലും മുസ്ലിമീങ്ങളുണ്ട്, അവരിലും ഫാസിഖീങ്ങളുണ്ട്, അവരിലും കാഫിറുകളുണ്ട്, അവരിലും മുശ്രിക്കുകളുണ്ട് എന്നൊക്കെ ഖുർആനിന്റെ വ്യക്തമായ പ്രതിപാദനങ്ങളാണ്. ജിന്ന് എന്ന് പറഞ്ഞാൽ അത് അറേബ്യൻ നാട്ടിലെ ചില കാടൻ വർഗമായിരുന്നുവെന്നും അങ്ങനത്തെ ഒരു വിഭാഗമില്ലായിരുന്നുവെന്നും നമ്മുടെയൊക്കെ നാടുകളിൽ ആദിവാസികളെ പോലെ കാടൻ സമൂഹങ്ങളായി ജീവിച്ചിരുന്ന സമൂഹത്തിന്റെ ഇടയിലേക്കൊന്നും ഇറങ്ങി വരാത്ത ഒരു തരം അപരിഷ്കൃത അധകൃത വിഭാഗങ്ങളാണ് ജിന്നുകളെന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകളുടെ അസ്തിത്വത്തെ തന്നെ നിഷേധിച്ചുകൊണ്ട് ഖുർആനിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള മുസ്ലിം നാമധാരികൾ പോലുമുണ്ട്. ജിന്നുകളെ സംബന്ധിച്ച് അല്ലാഹ് എന്ത് പറഞ്ഞുവോ, ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞുവോ അവയൊക്കെ തന്നെയും തന്റെ യുക്തിവാദങ്ങൾ കൊണ്ട് നേരിടാതെ വിനയാന്വിതമായ മനസ്ഥിതിയോടുകൂടെ നേരിടാൻ തയ്യാറില്ലാത്തവർക്കൊന്നും ശരിയായ മുസ്ലിമായി ജീവിക്കാനാവില്ല എന്ന പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ അവിടുത്തെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യ സമൂഹത്തിലേക്ക് മാത്രമല്ല. അതേ സൂറത്തുർ റഹ്മാനിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ചോദ്യം, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾ ഇരുകൂട്ടരും നിങ്ങളുടെ റബ്ബിന്റെ എന്തേത് അനുഗ്രഹങ്ങളെയാണ് കൂട്ടരെ ഇനിയും കളവാക്കിക്കൊണ്ടിരിക്കുന്നത്? ആരായി റബ്ബിക്കുമാ, നിങ്ങൾ ഇരുവരും എന്ന് പറഞ്ഞ മനുഷ്യരും ജിന്നുകളും, മനുഷ്യരോടും ജിന്നുകളോടും ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പല സ്ഥലത്തും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, പരലോകത്തെ വിളിയാണ്. ജിന്നുകൾ സമൂഹമേ, മനുഷ്യ സമൂഹമേ, അതെ നമ്മെ പോലെയുള്ള ഒരു സമൂഹമാണ്. അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്, അവരുടേതായ പരിധികളുണ്ട്, അവരുടേതായ കഴിവുകളുണ്ട്. അതൊക്കെയും എന്താണോ പ്രമാണങ്ങളിലുള്ളതെങ്കിൽ അത് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിലപ്പുറമുള്ള യുക്തി ചിന്തകൾക്ക് പ്രമാണങ്ങളില്ലാതെ ഒരു നിലക്കും നിലനിൽപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഒരു ആശ്വാസം കൂടിയായിരുന്നു ഇങ്ങനെ ജിന്നുകൾ ഖുർആൻ കേട്ടിട്ട് അവര് വിശ്വസിച്ചു എന്നുള്ളത്. എന്തിനാ? പ്രവാചകന്റെ മനസ്സിനെ അല്ലാഹ് തണുപ്പിക്കുകയാണ്. ജിന്നുകൾ പോലും കേട്ട മാത്രയിൽ വിശ്വസിച്ച അതാണ് താങ്കളുടെ കൈകളിലുള്ള ഖുർആൻ. എന്നിട്ടും മുശ്രിക്കുകളിൽ പലർക്കും അത് അവഗണനയാണല്ലോ തോന്നിയത്. വിഷമിക്കേണ്ടതില്ല. താങ്കളിൽ നിന്ന് ഖുർആൻ കേട്ടിട്ട് ജിന്ന സമൂഹം പോലും കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, വിശ്വാസികളായി മാറിയിട്ടുണ്ട്, അവരുടെ സമൂഹത്തിൽ പോയിട്ട് അതവര് ദഅവത്ത് നടത്തിയിട്ടുണ്ട് എന്ന ഒരാശ്വാസത്തിന്റെ വചനം കൂടിയാണ് അതിലടങ്ങിയിട്ടുള്ളത്. അപ്പൊ സഹോദരന്മാരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ, അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അവിടുത്തെയുടെ ഒരുപാട് പ്രത്യേകതകൾ എല്ലാം ഇതേപോലെയുള്ള കുറെ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുമ്പോൾ അവിടുന്ന് നടത്തിയ പ്രത്യേകമായ പെരുമാറ്റത്തിലൂടെ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഇതൊക്കെ അവിടുത്തെ ജീവിതത്തിന്റെ മാത്രം പ്രത്യേകതകളാണ്. അവയൊക്കെ ഉൾക്കൊള്ളണം, അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് മോശമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവനേക്കാൾ വലുതാണ്, നമ്മുടെ മാതാപിതാക്കളെക്കാൾ വലുതാണ്, ലോകത്ത് ആരെക്കാളും നമുക്ക് വലുതാണ്. ആ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാട് വാക്കുകളിലും ലേഖനങ്ങളിലും മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന നിലക്ക് ആയിത്തീരുവാൻ അവിടുത്തെ കുറിച്ച് പഠിക്കുന്നതെന്തും നമ്മുടെ ജീവിതത്തിൽ അവിടുത്തോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന നിലക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് ഗ്രഹിക്കണം, മനസ്സിലാക്കണം എന്നുണർത്തുകയാണ്. സർവശക്തനായ നാഥൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമ്പൂർണ്ണമായി ഇത്തിബാഅ് ചെയ്തുകൊണ്ട് അവിടുത്തോട് മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.